പറഞ്ഞോ മലയാള സിനിമയിൽ വെള്ളയടിച്ച കുഴിമാടങ്ങളെ പറ്റി പുറത്തു വന്ന പേജുകളിൽ സവിസ്തരം പറയുന്നത് വെള്ളി വെളിച്ചത്തിൽ നാണമില്ലാതെ കസേരയിട്ട് വാഴുന്ന സ്ത്രീവിരുദ്ധ തമ്പ്രാക്കന്മാരെ പറ്റിയാണ്. പെണ്ണുങ്ങളെ ജീവനില്ലാ ചരക്കുകളായി മാത്രം കാണുന്ന വേട്ടക്കാരെ കുറിച്ചാണ്. തൊഴിൽ സ്ഥലത്ത് ജോലി കിട്ടണമെങ്കിൽ കിടപ്പറമ്പുകളിൽ മസ്റ്റാക്കിയവരെ കുറിച്ച് മാത്രമല്ല. കേട്ടോടാ, എന്താ തോന്നുന്നു നിനക്ക്? ഞാനിപ്പോൾ എന്ത് പറയാനാ, നിനക്കെന്താ തോന്നുന്നത്? നീ എന്നോട് ചോദിക്കേണ്ടതായിരുന്നു. എന്ത് പറയാനാ, ഇത് എല്ലാ സ്ഥലത്തും ഉള്ളതല്ലടാ. അങ്ങനെ ഒരു എല്ലാ സ്ഥലത്തും ഉള്ളതാന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റപ്പെടുത്തി നിർത്താൻ പറ്റുമോ? അതായത് ഇപ്പം ഇതുപോലെ ഇത്രയും വാസ്റ്റായിട്ടൊരു കേസ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ, അതിനെതിരെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുവരെ FIR പോലും എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു നാണക്കേടുണ്ടാക്കുന്ന കാര്യമല്ലേ? ആണ്. ഇപ്പോൾ എത്ര സത്യം പറഞ്ഞാൽ ഇതൊന്ന് റിപ്പോർട്ട് ആരെങ്കിലും പറഞ്ഞാൽ തന്നെ FIR ആക്കാനുള്ള ഇതുണ്ട്. എന്നിട്ട് പോലും ഇത് ഇതുവരെ FIR ആകുന്നില്ല. അതിലും വലിയ കാര്യം എന്ന് പറയുന്നത് 17 അന്വേഷണം തുടങ്ങി 19 റിപ്പോർട്ട് വന്ന് ഇത്രയും കാലതാമസം എടുത്ത് ഈ റിപ്പോർട്ട് വെളി വന്നിട്ട് പോലും ഇതിനെതിരെ FIR അല്ലെ കേസോ നടപടിയോ ഒന്നും ഉണ്ടാകുന്നില്ല. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഇവർ രണ്ടുപേരും രാജിവെക്കും. സിദ്ദിഖിനെതിരെ കേസ് വന്നിട്ടാണ്, അല്ല ആരോപണം വന്നിട്ടാണെങ്കിലും രഞ്ജിത്തിനെതിരെ ആരോപണം വന്നിട്ടാണെങ്കിലും അവരിപ്പോഴാണ് രാജിവെക്കുന്നത്. അത് ഇത്രയും താമസിച്ച് രാജിവെക്കുന്നു. അത് രാജിവെക്കുന്നത് മാത്രമാണ് ഒരു ഇതായിട്ട് വരുന്നത്, അല്ലാതെ ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നു പോലുമില്ല. അപ്പോൾ 19 ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിന് മുന്നേ ഉള്ള ആൾക്കാരെ പറ്റിയുള്ള കേസുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ 19 തൊട്ട് 24 വരെ എന്തേരം കേസുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അന്ന് ഈ ഒരു റിപ്പോർട്ടിന് ഒരു ആക്ഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത്രയും റിപ്പോർട്ടുകൾ ഒഴിവാകൂലായിരുന്നു. എന്താണ് തോന്നുന്നത്? അത് ഈ വരുന്ന ഒരു കമ്മിറ്റിയിൽ ഇപ്പോൾ അത് പൂഴ്ത്തി വെച്ചു, അത് സമ്മതിച്ചു. പക്ഷേ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഈ 19 മുതൽ 24 വരെ വന്നിട്ടുള്ളതിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അവരും പറയും. ഈ ഒരു കമ്മിറ്റിയിൽ മാത്രമുള്ളവർ പറയുന്ന അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ. ഈ കമ്മിറ്റിയിൽ ഈ പേര് വന്നവർ മാത്രമേ പറയാം. അല്ലാതെ ഇപ്പോൾ പുതിയ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നുണ്ട്. പീഡനങ്ങൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്, സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നുണ്ട്. ഇത്രയും ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ഇത്രയും സംഭവം. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് ബാക്കിലുള്ളതായാലും അതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ളതായാലും അത് പറയേണ്ടത് തന്നെയാണ്. അതൊരു സ്റ്റാർട്ടിങ് ഇനിഷ്യേറ്റീവ് ആണ്. അതാ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് മാത്രം വന്നിട്ട് ഇതിനെതിരെ ഒരു ആക്ഷനും ഉണ്ടാകാത്തതിൽ, റിപ്പോർട്ട് മാത്രം ഇപ്പോൾ 1.5 കോടി മുടക്കി ഒരു റിപ്പോർട്ട് മാത്രം ഉണ്ടാകുന്നതിനോട്, റിപ്പോർട്ട് മാത്രം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് നമുക്ക് ഇങ്ങനൊരു കാര്യം? ഇതിപ്പോൾ ഒരു പരസ്യമായ ഒരു രഹസ്യം പോലുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടാകുന്നത് നമുക്ക് അല്ലാതെ തന്നെ സമൂഹത്തിന് അറിയാം. പിന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് മാത്രം വന്നതിൽ എന്ത് കാര്യം ഇരിക്കുന്നു? ഒരു ആക്ഷൻ ഉണ്ടാകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കാര്യം? ഇപ്പോഴും പറയുന്നത് ഒരാൾ വന്ന് മുന്നോട്ട് പേര് പറയട്ടെ എന്നാണ് പറയുന്നത്. ഒരു കമ്മിറ്റിക്ക് മുന്നേ ഇത്രയും ആൾക്കാർ പേര് കൊടുത്തിട്ട് പോലും ഒരു ആക്ഷനും ഉണ്ടാകാത്ത സ്ഥിതിക്ക് ഇനിയൊരു സ്ത്രീ വന്ന് മുന്നോട്ട് വന്ന് പേര് പറയാൻ തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വലിയ വലിയ കളികൾ നടക്കുന്നുണ്ട്. പൈസ, ജാതി, മതം എല്ലാം അതിൽ ഇൻവോൾവ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം നോക്കുന്ന റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് ഗവൺമെൻറ് ഇത് പൂഴ്ത്തി വെച്ച് ഗവൺമെൻറ് എന്താ ഒന്നും ചെയ്തില്ല, അതൊരു കാര്യമാണ്. പിന്നീട് ഗവൺമെൻറ് എന്തുകൊണ്ട് ചെയ്തില്ല അത് നമുക്ക് നോക്കുമ്പോൾ അത് തന്നെ ഒരു വാസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഗവൺമെൻറ് എന്ത് കൊണ്ടുപോയി? ഗവൺമെൻറ് എന്താ ഇത്ര പേടി? ഫിലിം സ്റ്റാർസ് തന്നെ ഗവൺമെൻറ്റിനുണ്ട്, അവരെ വോട്ട് വരും, അവർ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരെ പേര് പൂഴ്ത്തി വെച്ച് അങ്ങനെ ഒരിതുണ്ട്. പിന്നെ അപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒന്നും ഇതാവത്തില്ല എന്നുള്ള ഒരു ഭയം ഉള്ളിലുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേര് തന്നെ മോശമാകുമല്ലോ. പിന്നെ ചില ആൾക്കാർ പൈസ വാങ്ങിച്ചിട്ട് അങ്ങ് സെറ്റിൽ ചെയ്യാണ്ടോ എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട്. അതുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഇത് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർത്തും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമെങ്കിലും ഓരോരോ വ്യക്തിയുടെ ഉള്ളിലുള്ളൊരു എനർജി പോലെ ഇരിക്കും. ചില ആൾക്കാർ എന്ത് വരട്ടെ എന്ന് പറഞ്ഞ് തുറന്ന് പറയും. പൈസ കാരണം പറയുന്നത് ഇങ്ങനെ ഒരു ബോധം വേണം, എനിക്കുണ്ടായത് മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ഒരു ബോധം വേണം ഒരു മനുഷ്യൻ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം അങ്ങനെ ഒരു ബോധത്തിന്റെ പുറത്ത് നമ്മൾ ഇപ്പോൾ ഒരു നടി വന്ന് പറഞ്ഞല്ലോ, പറഞ്ഞു
അപ്പോൾ അങ്ങനെ ഒരു ബോധത്തിൻ്റെ പുറത്ത് പറഞ്ഞാൽ പോലും അതിനെതിരെ ഒരു ആക്ഷൻ, ഒരു സ്പീഡി ആക്ഷൻ എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാത്രത്തോളം കാലം ഇങ്ങനൊരു ട്രോമയിൽ കൂടെ പോയ പലരും ഇത് വന്ന് തുറന്ന് പറയാൻ മടിക്കൂല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പം നമുക്കറിയാം ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് നടിമാരെന്ന് പറയുന്നത്. ബാക്കി ഈ സമൂഹത്തിലെ ഒട്ടുമിക്ക എത്ര സ്ത്രീ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാലും അവരിൽ കൂടുതൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നടിമാരെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നടിമാർ പോലും ഇങ്ങനൊരു ഓപ്പൺ തുറന്നു പറച്ചിലിന് മടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധാരണക്കാരുടെ സ്ത്രീകളുടെ അവസ്ഥ എന്നതായിരിക്കും. ഇപ്പോൾ ഈ സ്ത്രീപക്ഷം പറയുന്ന സർക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാൾക്കാരായിക്കോട്ടെ മറ്റ് സംഘടനകളായിക്കോട്ടെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ എന്തൊരു സ്ത്രീപക്ഷം പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളൊരു നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു കേസ് ഉണ്ടായിട്ട് പോലും, ഇപ്പോൾ ഈ നടിയുടെ കേസ്, നമ്മൾ നടി ആക്രമിക്കപ്പെട്ട കേസിന് പോലും ഇപ്പോൾ ഇതുവരെ ഇത്രയും കാലമായിട്ട് പോലും ഒരു തീർപ്പായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ? ഇതിന് മാറ്റം ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഇതുപോലെ ഒരുമിച്ച് വരണം. എല്ലാവരും തുറന്ന് പറഞ്ഞ് നമ്മൾ ഗവൺമെന്റിനെ വിശ്വസിച്ചിരിക്കാൻ പറ്റത്തില്ല. അത് കാണാണ്ട് ഇത്രയും നാൾ നമ്മൾ നടന്നത്. ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല, ഗവൺമെന്റ് ബോഡീസ് ഒന്നും ചെയ്യുന്നില്ല, പബ്ലിക് ബോഡീസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിലൊന്നും രക്ഷയില്ല എന്നുള്ളതാണ്. എല്ലായിടത്തും ഒരു മോണോപോളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ഇനി ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഈ ബാധിക്കപ്പെട്ട ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഒരുമിച്ച് വന്ന് ആരോട് പറയുക? മീഡിയ എടുത്ത് പറഞ്ഞിട്ട് തന്നെ കാര്യം. ഇപ്പൊ പോലും മീഡിയ ആണെങ്കിൽ പോലും അവരവരുടെ ഇപ്പൊ എന്തേലും കൂടുതലായിട്ട് ഇവർ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും മീഡിയക്ക് ഇതൊരു ന്യൂസ് വാല്യൂ മാത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേറെ ന്യൂസ് കിട്ടും. ഇപ്പോൾ പോലും പല മീഡിയാസ് പോലും പല ക്ലിപ്പിങ്സും ഇടുന്നത് വ്യൂസ് കിട്ടാനായിട്ട് വേണ്ടിയുള്ള ഒരു രീതിയിലാണ് പല ക്ലിപ്പിങ്സും ഇടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മലയാള മനോരമയുടെ ഒരു ന്യൂസ് കണ്ടു. മനോരമ ഇട്ടേക്കുന്നത് പണ്ട് വയനാടിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ നർബജൻ ബോൾഗാട്ടി പറഞ്ഞ ഒരു കാര്യത്തെ അവരൊരു ക്ലിപ്പായിട്ട് ഇട്ടേക്കാണ്. അവർ ലീഗലി അതൊരു ഇഷ്യൂ അല്ല, പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ നടക്കുന്നത് ഹേമ കമ്മിറ്റി പോലൊരു റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ പുള്ളി പറഞ്ഞ ആ ഒരു വാക്യങ്ങൾ ഭയങ്കര മിസ്ലീഡിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഒരു രീതിയിലാണ് ഒരു ക്ലിപ്പിംഗ് വന്നേക്കുന്നത് മലയാള മനോരമ. അപ്പോൾ അവർ ചെയ്യുന്നത് ശരിക്കും അവരുടെ ഫുഡിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അല്ല അവർക്ക് വ്യൂസ് ഉണ്ടാകുക, അവർക്ക് റേറ്റിംഗ് കൂടുക, അങ്ങനെയുള്ളൊരു കാര്യം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു സമൂഹത്തെ നന്നാക്കാനുള്ള ലക്ഷ്യം ചിലരെങ്കിലും കാണും. എന്നാൽ കൂടുതൽ പേരും ചെയ്യുന്നത് അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി. അപ്പോൾ മീഡിയ എടുത്ത് മാത്രം വന്ന് പറഞ്ഞിട്ട് കുറേ സ്ത്രീകൾ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നൊരു മീഡിയ എടുത്ത് പറഞ്ഞിട്ട് എന്ത് സൊല്യൂഷനാണ് ഉണ്ടാകുന്നത്? കുറച്ച് ചർച്ചകൾ നടക്കും, ആൾക്കാർ ചർച്ച ചെയ്യും. നമ്മൾ 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ വിഷയത്തിന് പുറകെ മീഡിയയും പോവും, ആൾക്കാരും പോവും. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഇതിനൊരു സൊല്യൂഷനായിട്ട് പറയാൻ പറ്റുന്നത്? സൊല്യൂഷനായിട്ട് പറയാൻ പറ്റുന്നത് ആദ്യം ഇതിന് പിന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങേണ്ടതായിട്ടുണ്ട്. ആദ്യം അവർ വന്ന് മീഡിയ എടുത്ത് പറഞ്ഞ് കേസ് ഫയൽ ചെയ്യുക. കേസ് ഫയൽ ചെയ്താൽ അവിടെ ഗവൺമെൻറ്റാണ് ബാക്കി ചെയ്യേണ്ടത്. ഞാൻ പറയട്ടെ, ഗവൺമെൻറ്റാണ് ബാക്കി ചെയ്യേണ്ടത്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രഷർ വരുമ്പോൾ മാത്രമേ ഗവൺമെൻറ് അനങ്ങത്തുള്ളൂ. ഇതേപോലെ കുറേ പ്രശ്നം വരുമ്പോൾ ഗവൺമെൻറ് ബോഡി അനങ്ങണം. എന്നിട്ട് എന്നാലേ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അമ്പക്കർ പറഞ്ഞിട്ടില്ലേ, എഡ്യൂക്കേറ്റ് വിവരം വയ്ക്കുക, ഒരുമിച്ച് കൂടുക, സമ്മതത്തിലാക്കുക. അങ്ങനെ മാത്രമേ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ എല്ലാവർക്കും വിവരം വരണം. ഇതിങ്ങനെ വന്ന് എല്ലാവരും തുറന്ന് പറഞ്ഞാൽ മാത്രമേ ഇഷ്ടംപോലെ പേര് ഇതിൽ ഫേക്കും ഉണ്ടാവാം. അത് അന്വേഷണം വേണം. പ്രോപ്പറായിട്ടുള്ള അന്വേഷണം എന്നിട്ട് അങ്ങനെ മാത്രമേ നമുക്ക് ഇതിന് പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഒരു കാര്യം, അല്ലാതെ വേറെ എന്താ പറയാ? അല്ല സൊല്യൂഷൻ അല്ല ഞാൻ ചോദിച്ചത്. അപ്പൊ ഇപ്പൊ ഒത്തിരി പേര് വന്നിങ്ങനെ തുറന്നുറച്ചിന് നടത്തി കഴിഞ്ഞാൽ ഗവൺമെന്റ് സമ്മർദ്ദത്തിലാകൂ എന്ന് പറഞ്ഞു. അപ്പം ഗവൺമെന്റ് സമ്മർദ്ദത്തിലാണ്. ഒത്തിരി കൾപ്രിറ്റ്സ് അല്ല, ഒത്തിരി ഇരകൾ ഉണ്ടാകാതെ ഒരിരകൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു സിസ്റ്റം അല്ലേ നമുക്ക് വേണ്ടത്? പക്ഷെ അതും ഇല്ല. നമ്മള് പിന്നെ എന്ത് ചെയ്യുമെന്നാണ്. അതാണ് സാഡ്ലി നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്നില്ല. ഇനിയിപ്പോ അതില് ഒന്നും എന്ത് പറയുക, അത് ജനങ്ങള് അത് ഇഗ്നോർ ചെയ്തില്ലെങ്കിൽ അവന്റെ പടങ്ങൾ കാണുക എന്ന് പറയാൻ പറ്റത്തില്ല, കാണരുത് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് വേറെ ഇതാണ്.
ഇത് വ്യക്തിപരമായിട്ടുള്ള ഇതാണ്. എല്ലാവരും അല്ല, പക്ഷെ ഇപ്പൊ പ്രതികരിച്ച നടിക്ക് പോലും നീതി കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? 2-3 ദിവസത്തിനുള്ളിൽ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വിട്ടുപോകും. കുറച്ച് കഴിയുമ്പോ പിന്നെ അവള് മാത്രം ഒരു പ്രതിയാവും. അപ്പം നടന്നു പോകുമ്പോ അതാ കള്ളക്കേസ് കൊടുത്ത് ആ പെണ്ണ് പോകുന്നെന്ന് കുറെ പേര് പറയത്തുള്ളൂ. പ്രോപ്പറായിട്ടുള്ള ശിക്ഷ വേണം. നമ്മള് അത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തുടങ്ങണം. അത് അല്ലാതെ നമ്മള് സത്യം പറഞ്ഞാൽ നമ്മള് അത് പറയുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു സാധാരണക്കാരന്റെ ഒരു ജീവൻ ഒരു വിലയില്ല കൽപ്പിക്കാത്ത ഒരു സമൂഹത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് മെയിനായിട്ടുള്ള ടോപ്പിക്. ഇപ്പോൾ സാധാരണക്കാരൻ വരെ പോട്ടെ, ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇല പോലും അനങ്ങുന്നില്ലല്ലോ. പണ്ടത്തെ സിസ്റ്റം ഒന്നും അങ്ങനെ അല്ലായിരുന്നു. അതിലിപ്പോൾ ഒരു എന്താ പറയുക, എല്ലാവരും ഇപ്പം എന്താ ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാവരും ഓരോ പ്രശ്നത്തിന് സമ്മർദ്ദത്തിലാക്കി ചെയ്യുക, അത്രേ ഉള്ളൂ. എല്ലാവരും ഒത്തുകൂടി ചെയ്യുക, സമ്മർദ്ദത്തിലാക്കുക. അത് മാത്രമേ നമുക്കൊരു സൊല്യൂഷൻ ആയിട്ടുള്ളൂ. എന്താ പറയൂ.